നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 4-ാം തീയതി. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം ഉൽപ്പത്തി പുസ്തകം 35-ാമത്തെ അധ്യായമാണ് നാം എടുത്തിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 34-ലെ സംഭവം യാക്കോബിനെ വളരെ ഭയപ്പെടുത്തി. കാരണം എന്താണ്? തൻ്റെ 2 മക്കൾ കൊന്നൊടുക്കിയതായിരിക്കുന്ന ആളുകളെ വഞ്ചനാപരമായിട്ടാണ് ചെന്നത്. അങ്ങനെ ഒരു ജനത്തെ മുഴുവൻ കൊന്നൊടുക്കിയത് കൊണ്ടൊരു പ്രതികാരം ഉണ്ടാകും എന്ന് യാക്കോബ് മുൻപിൽ കണ്ടു. അതുകൊണ്ട് ഭയപ്പെട്ടതായിരിക്കുന്ന യാക്കോബിനോട് ദൈവം തന്നെ നിർദ്ദേശിച്ചു, സ്ഥലം മാറുക, നീ ഇവിടെ നിന്ന് പോയി ബേഥേലിൽ പാർക്കുക എന്നാണ് പറഞ്ഞത്. വസിക്കുന്ന സ്ഥലം ആവൽക്കരമെങ്കിൽ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി താമസിക്കുന്നത് പ്രായോഗിക ബുദ്ധിയാണ്. യാക്കോബ് അങ്ങനെ ദൈവം പറഞ്ഞനുസരിച്ച് ബേഥേലിലേക്ക് താമസം മാറ്റി. ബേഥേലിൽ ചെന്നും യാക്കോബ് ഒരു കാര്യം ചെയ്തു, അവിടെ ഒരു യാഗപീഠം പണിയാൻ തീരുമാനിച്ചു. ദൈവം തന്നോട് പറഞ്ഞു, നീ ബേഥേലിൽ ഒരു യാഗപീഠം പണിയണമെന്ന്. അപ്രകാരം യാക്കോബ് ചെയ്തു. പക്ഷേ അതുമാത്രം പോരായിരുന്നു. ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു, നിൻ്റെ ഭാര്യമാരുടെ മക്കളുടെയും വിഗ്രഹങ്ങളെല്ലാം ആദ്യം നീ എടുത്ത് കുഴിച്ചിടണമെന്ന് പറഞ്ഞു. അതെല്ലാം കുഴിച്ചിട്ട് വേണം എന്നെ ആരാധിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പദ്ദൻഅരാമിൽ നിന്ന് പോന്നപ്പോൾ ഹാരാനിൽ അവർ യഹോവയെ അറിഞ്ഞിരുന്നെങ്കിലും അതോടൊപ്പം തന്നെ അവർ അന്യദേവന്മാരെയും ആരാധിച്ചിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപം കൊത്തിയതായിരിക്കുന്ന കമ്മലുകൾ ഇവരുടെ കാതുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലെ കമ്മലുകളെല്ലാം ഊരിത്തരാൻ പറഞ്ഞു, കുണുക്കുകളെല്ലാം ഊരിത്തരാൻ പറഞ്ഞു. ഈ കാതെന്ന് പറയുന്നത് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒന്നാണ്. നീ എൻ്റെ കാത് എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് നമ്മളെ ബൈബിൾ പറയുന്നു. നീ എൻ്റെ കാത് എനിക്ക് തുളച്ചിരിക്കുന്നു. കാത് തുളച്ച് അതിൽ ഏത് ദേവനെയാണോ ആരാധിക്കുന്ന ആ ദേവൻ്റെ രൂപമുള്ളതായിരിക്കുന്ന ഒരു കടുക്കൻ അല്ലെ ഒരു ആഭരണം ഇടുക പതിവായിരുന്നു. അങ്ങനെയുള്ള ആഭരണങ്ങളാണ് ഈ യാക്കോബിൻ്റെ ഭാര്യമാർക്കും മക്കൾക്കും അവരുടെ പെൺമക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നത് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് അതെല്ലാം നീക്കിയിട്ട് അവിടെയുള്ള ഒരു കരുവേലകത്തിന് കീഴിൽ അവയെല്ലാം കുഴിച്ചിട്ടു. അതുകൊണ്ട് അവിടെ നമ്മോട് ദൈവം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സത്യദൈവത്തെ ആരാധിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ സൂചനയായി നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ഭവനത്തിലോ ഉള്ള യാതൊരു വസ്തുക്കളും അനുവദിക്കുകയില്ല. ഏതെങ്കിലും ദേവൻ്റെയോ ദേവിയുടെയോ ഏതെങ്കിലും ദൈവത്തിൻ്റെയോ സൂചനയായിട്ടുള്ളതായിരിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ, അത് ആഭരണങ്ങളിലാകാം, അത് പടങ്ങളാകാം, അത് വിഗ്രഹങ്ങളാകാം, ഏതായാലും അത് നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും വെച്ചുകൊണ്ട് നമുക്ക് സത്യദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ ദേവന്മാരെ നീക്കിയത് മുതൽ യാക്കോബിൻ്റെ ദൈവം അന്യജാതികളുടെ മേൽ ഇസ്രായേലിനെ കുറിച്ചുള്ളൊരു ഭീതി വരുത്തിയെന്നാണ്. ആ ദേശത്തൊരു ഭീതി വരുത്തി. യാക്കോബിൻ്റെ ദൈവത്തെക്കുറിച്ചുള്ളൊരു ഭയം. ഈ യാക്കോബ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ ഒരു സാധാരണ ആളല്ല. അബ്രഹാമിൻ്റെ ദൈവത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ഭീതി ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് നമുക്കറിയാം ഇസ്രായേലിൻ്റെ ദൈവത്തെക്കുറിച്ച് ഭീതിയുണ്ടായി. ചെങ്കടൽ വിഭാഗിച്ചെന്നും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ കനാനിലുള്ള ആളുകളുടെ ഹൃദയം ഉരുകിപ്പോയിരുന്നു. അവരുടെ കേട്ടതായിരിക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് ശക്തി നഷ്ടപ്പെട്ടു പോയിരുന്നു. എരിഹോവിലെ ആളുകൾ അതാണല്ലോ പറഞ്ഞത്, നിങ്ങളുടെ ദൈവം ചെങ്കടൽ വിഭാഗിച്ചതും യോർദാൻ വിഭാഗിച്ചതും ഒക്കെ കേട്ട് ഞങ്ങളുടെ ആളുകളുടെ ഹൃദയം ഉരുകിപ്പോയിരുന്നു. അതുപോലെ തന്നെയാണ് യാക്കോബിൻ്റെ ദൈവത്തെ സംബന്ധിച്ച് ഒരു ഭയം കനാനുള്ളതായിരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. അപ്പം നമ്മോടുകൂടെ ദൈവം ഉണ്ടെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നമ്മെ ഉപദ്രവിക്കുകയില്ല. കാരണം നമ്മുടെ ദൈവം സത്യദൈവമാണ്. ദൈവസ്വീകാര്യമല്ലാത്ത സർവ്വവും നമ്മുടെ ജീവിതത്തിൽ നിന്നും നാം ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചെവിയിൽ ദേവൻ്റെ കുണുക്ക് കിടക്കുകയും സത്യദൈവത്തെ ആരാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വിരോധാഭാസമാണ്. ദൈവം ഒരിക്കലും അംഗീകരിക്കുകയില്ല. നാം വേർപാട് പാലിക്കണം. നാം വേർപാട് പാലിക്കണം. അന്യദൈവങ്ങളിൽ നിന്നും അന്യ ആചാരങ്ങളിൽ നിന്നും ഒക്കെ നാം വേർപാട് പാലിക്കണം. പലപ്പോഴും ഇന്നത്തെ ആളുകൾ അത് ചെയ്യുകയില്ല. നാം ദൈവത്തേക്കാൾ കൂടുതൽ നാം സ്നേഹിക്കുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ, ദേശത്തിൻ്റെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ചില ആചാരങ്ങൾ. ചില ആളുകൾ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് സ്നാനം ഏൽക്കാനൊക്കെ ഇല്ല, ഞങ്ങൾ പഴയ കുടുംബക്കാരാണ്. ഇത് പറയാറുണ്ട്, ഞങ്ങൾ പള്ളിയുടെ മതിന്മേൽ കുരുത്ത ആളുകളാണ് എന്ന് പറയാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അല്ല, നിങ്ങൾക്ക് സത്യദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവവചനപ്രകാരം ശരിയല്ലാത്ത എല്ലാറ്റിനെയും ഉപേക്ഷിച്ചെങ്കിലും വെക്കൂ. അങ്ങനെയാണ്.
ബാബിലോൺ വിട്ടുപോരുക, എൻ്റെ ജനമേ ബാബേൽ വിട്ടുപോരുക. ബാബേലിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സത്യദൈവത്തെ ആരാധിക്കുന്നത്? അടിമകളായിട്ട് ഇസ്രായേൽ മക്കളെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ട് പോയി അവരെ ഒരു നദീതീരത്തെത്തി അവിടെയുള്ളതായിരിക്കുന്ന വൃക്ഷങ്ങളുടെ മേൽ അല്ലലുകളുടെ മേൽ അവരുടെ വീണകളെല്ലാം അങ്ങനെ തൂക്കിയിട്ടു. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയ ആളുകൾ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയും, അന്യദേശത്ത് ഞങ്ങളെങ്ങനെ യഹോവയുടെ പാട്ട് പാടുന്നത്? അന്യദേശത്ത് എങ്ങനെ യഹോവയുടെ പാട്ട് പാടുന്നത്? ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആദ്യം തന്നെ നാം ഒരു ശുദ്ധീകരണം വരുത്തണം. അവിടെ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും രൂപങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥനയും ആരാധനയും കഴിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പോൾ യാക്കോബിനോട് ദൈവം പറഞ്ഞതാണ്, ഞാൻ ബേഥേലിൻ്റെ ദൈവമാകുന്നു. ബേഥേലിൻ്റെ ദൈവത്തെ നീ ആരാധിക്കണമെങ്കിൽ എനിക്ക് സ്വീകാര്യമല്ലാത്തതായിരിക്കുന്ന അന്യദേവന്മാരുടെയും ദേവികളുടെയും കുണുക്കുകളും അതുപോലെ ആഭരണങ്ങളും നീ വാങ്ങി അവയെ നീ കുഴിച്ചിടണം. ഇനിയും അത് ആരും എടുക്കാതിരിക്കത്തക്കണം വളരെ ആഴത്തിൽ കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു വലിയ കല്ലുകളും എടുത്ത് അതിന് പുറത്ത് വെച്ചു. അതിനുശേഷം അവിടെ യാഗം കഴിച്ച ദൈവത്തെ ആരാധിച്ചു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാണ് വേർപാട് പാലിക്കുന്നവരായി ദൈവത്തിന് ഇഷ്ടമില്ലാത്തവയൊക്കെ ഉപേക്ഷിച്ച് നാം ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ തെറ്റായ ആചാരങ്ങളാകാം, തെറ്റായ വസ്തുക്കളാകാം, എന്തായിരുന്നാലും ശരി ദൈവത്തിന് ഹിതമല്ലാത്തതും വചനപ്രകാരമല്ലാത്തതുമായ സകലത്തെ ഉപേക്ഷിച്ചുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നിൻ വചനം ഞങ്ങൾക്ക് ഐശ്വര്യം